ജനത്തോട് പറയുന്ന ഒരു വാക്യമാണ്. व्यवस्था നീ विवरण ജീവി 30 का 6 में हम पढ़ते हैं। 30 30 या व्यवस्था विवरण 30 का 6। 36. 30 का 6। നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ തക്കോണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. यस। കർത്താവ് ദൈവത്തിന്റെ ആത്മാവിടെ മോശമുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ ചെല്ലുന്ന ദേശത്ത് നീ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ നിന്റെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യണമെന്ന്. यहाँ पर അന്യ यहोवा अपने लोगों को कहता है कि तू तू जिस देश में तू निवास करने जाएगा, उस देश में तू रहते समय में यहोवा परमेश्वर को पूर्ण हृदय से, पूरा प्राण से और अपना पूरा जीवन से तू उसको प्रेम करना। നീ ചെല്ലുന്ന ദേശത്ത് നിനക്ക് കനാന്റെ അനുഭവം, കനാൻ ദേശത്തൊക്കെ ചെല്ലുന്നേ, പാലും തേനും ഒഴുകുന്ന ദേശത്ത് നീ ചെല്ലുമ്പോൾ അവിടെ ഈ പാലും തേനും നിർലോഭമായി നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ആദ്യമായി ചെയ്യേണ്ടത് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. तो तू അതിനുവേണ്ടി जिस നിന്റെ देश में ഹൃദയത്തെ നീ जाएगा പരിശോധന ചെയ്യണം. तू जिस देश में जाएगा, सबसे पहला इजरायली लोगों, तू जानना कि तू जगह जाता है वो परमेश्वर ने दिया हुआ वाचा का नगर है। परंतु वो जगह तेरे लिए आशीष होना है तो तुझे पूर्ण हृदय से, पूर्ण मन से यहोवा परमेश्वर का सेवा करना होगा। 30:14 തന്നെ പറയുന്നത്, ഈ വചനം അത് സമുദ്രത്തിനരികെയുമല്ല, നീ അനുസരിക്കുവാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്തുണ്ട്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുകയാണ് ഈ വചനം. 30 का 14 में पढ़ते समय में वहां पर कहता है कि ये वचन तेरा बहुत ही निकट है, वरन तेरा मुंह में और तेरा मन में है, ताकि तू इस पर हमेशा चले। എന്നാൽ അവർക്ക് കാലാകാലങ്ങളിൽ അവർക്ക് ഈ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ മനസ്സോ ശക്തിയോടും കൂടെ സ്നേഹിപ്പാൻ കഴിയാത്തതിന്റെ കാരണത്താൽ അവർക്ക് ദൈവത്തിന്റെ ആ ശിക്ഷാവിധിയിലൂടെ കാലാകാലം കടന്നു പോകേണ്ടി വന്നു. അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവർക്ക് ഈ परंतु കനാന്റെ അനുഭവം അവർക്ക് അവിടെ ആസ്വദിപ്പാൻ കഴിഞ്ഞില്ല. परंतु आगे चलते चलते क्योंकि ये लोग परमेश्वर में पूर्ण रीति सर आश्रय ना करने की वजह से, परमेश्वर का बलवा करने की वजह से क्या हो गया, परमेश्वर का न्याय उनको समय समय पर आने लगा, जिसकी वजह से क्या हो गया, बार बार उनको समय समय पर उनको बंदीगृह में जाना पड़ा। ഇത് ഇന്നും സഭായുഗത്തിൽ നമുക്കും ദൈവം ഒരു വാണിംഗ് ആയിട്ട് തരികയാണ്. ദൈവം ഒരു പുത്രനെ നമുക്ക് തന്നിരിക്കുകയാണ്. ആ പുത്രനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സേവിക്കണം, അവനെ നോക്കി ജയിപ്പാനാകുന്നു ഇന്ന് സഭാജീവിതത്തിൽ മാതൃക പുരുഷനായിട്ട് പിതാവ് പുത്രനെ നമുക്ക് തന്നിരിക്കുന്നത്. आज के लिए भी, आज के समय के लिए भी नए नियम में पिता परमेश्वर ने हमें एक आदर्श पुरुष प्रभु यीशु मसीह को हमें दिया है। इसी एकमात्र पुरुष प्रभु यीशु मसीह को पूरा मन से, पूरा आत्मा और सच्चाई से हम उसका प्रेम करना है और उसी पर आश्रय करना है। അവനൊരു മാതൃക വെച്ചു പോയിരിക്കുകയാണ്. ആ മാതൃക പിന്തുടരാനാണ് ആത്മാവ് നമ്മളോട് പറയുന്നത്. उन्होंने हमें एक പുത്രനാണ് आदर्श നമ്മുടെ छोड़कर മാതൃക. चला, वो उन्होंने हमारे लिए आदर्श छोड़कर चला गया है। उसी आदर्श पर हमें चलना है और वो आदर्श एक व्यक्ति है प्रभु यीशु मसीह। എന്നാൽ നമ്മൾ പുത്രനിലേക്ക് നോക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ രീതിയിലേക്ക് ഇന്ന് സഭ അധപതിച്ചു പോയിരിക്കുകയാണ്. परंतु आज हम देखते हैं कि विश्वासी लोग या कलीसिया का हालत क्या हो गया कि परमेश्वर को इच्छा को भूल कर वो लोग, मनुष्य अपने खुद के इच्छाओं को, आग्रहों को, अभिलाषाओं को पूरा करने के लिए वो लोग प्रभु का नाम पुकारते हैं। ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ പ്രൗഢി വലുതാക്കുവാൻ, പ്രൗഢിയെ കാണിപ്പാനായിട്ട് യേശുവിനെ വിളിക്കുന്ന രീതിയിലേക്ക് യേശുവിനെ തലം താഴ്ത്തി കളഞ്ഞിരിക്കുകയാണ് ഈ കാലഘട്ടം. उनको कुछ स्थान मान मिलने के लिए, संसार में कुछ आदर इज्जत मिलने के लिए, अपना घमंड बताने के लिए, ये सब बातों के लिए आज प्रभु को बुलाकर वो लोग परमेश्वर की नजर में गिर चुके हैं। അപ്പോസ്തലന്മാരൊക്കെ ഈ ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ സഭ വളരുവാൻ ഇടയാക്കുന്നത്. പീഡനത്തിൽ കൂടെ പോയ സഭയാവുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ എന്ന് പറയുന്നത്. तो प्रेरित लोग का समय में क्या हो गया कि वो लोग भले उस समय में पीड़ित, सबसे ज्यादा पीड़ा होती थी, कष्ट ज्यादा होता था, तो भी वो लोग
प्रभु के लिए और प्रभु का वचन के लिए खड़ा रहा, इसलिए वो लोग मसीही होकर जाना गया। എന്നാൽ ഇസ്രയേലിന് ദൈവം കൊടുത്ത ഈ ആജ്ഞ അവർക്ക് അത് സ്വീകരിപ്പാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുമൂലം അവർക്ക് അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അനേക പ്രാവശ്യം അവർ പ്രവാസത്തിലേക്ക് പോയി. ഇനിയും ഒരു മഹാകഷ്ടതയുണ്ട്, യാക്കോബിന്റെ കഷ്ടകാലം. ഇന്ന് അവർ സുഖലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും എന്നാൽ അത് അവരുടെ ബലം കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാകുന്നു. എന്നാൽ ഈ വചനം അവർ ഇന്നും പ്രാവർത്തികമാക്കുന്നില്ല. യഹോവയെ അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നില്ല. അവർ ലോകകാര്യങ്ങളിൽ ഇടപെട്ട് ലോക ഇമ്പങ്ങളിൽ ആസ്വദിച്ച് ഇന്ന് അവർ ജീവിക്കുകയാണ്. इसराइल का हालत क्या हो गया आगे चलकर? वो लोग परमेश्वर पर आश्रय छोड़कर अपने स्वयं मन मर्जियों में, स्वयं स्वयं इच्छाओं में वो लोग जीने की वजह से परमेश्वर की इच्छा से दूर हो गए, जिसकी वजह से आगे चलकर हम देखते हैं कि वो लोग पीड़ा और विपत्ति में चले गए। अब उनको वापस एक और बार अंतिम समय में लाने के लिए प्रभु ने उनको योसेफ का कष्ट का दिन, जो सबसे बड़ा महाक्लेश और विपत्ति का दिन उनके लिए नियुक्त करके रखा है। तो भले ही आने के समय में, आने वाले दिनों में उनको प्रभु का वो लोग जो राज्य में वो लोग प्रवेश कर कर प्रभु के साथ रहेंगे, लेकिन तो भी उनमें से बहुत लोग हैं जो नहीं प्रवेश कर पाएंगे। परंतु आज जो समय है वो इसके लिए है कि यहोवा परमेश्वर को सच्चे मन से जानकर उनको पूर्ण मन से, पूर्ण इच्छा से समर्पण करके जिए। ഇതേപോലെ ഇതൊരു വാണിംഗായിട്ട് ഇത് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രകാരം ക്രിസ്തുവിനെ നമ്മൾ പിന്തുടരുന്നു, അവനെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അതോ അവന് ക്രിസ്തുവിനെ വേണം, ലോകത്തെ വേണം, ആ രീതിയിലാണോ നമ്മുടെ ഉള്ളതാണ് ഈ വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. इसके लिए आज हमारे लिए ये एक चेतावनी बन चुका है, जो भी घटनाएं बाइबल में बताया गया है, ताकि वो हमें समझाना चाहता है कि क्या तुम लोग सचमुच प्रभु पर आश्रय करके जीना चाहते हो, या पूरे प्रभु को ठुकरा कर संसार के अवस्थे में है, या ऐसे भी कुछ विश्वासी है जिसको दोनों चाहिए बोलकर धोखे में जाने वाले, ऐसा हालत में ना हो। നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വിശുദ്ധ ജീവിതം നയിക്കേണ്ടവർ അല്ല. മുഴുവൻ ദിവസവും, ആഴ്ചയിൽ കർത്താവ് നമുക്ക് തന്ന 6 ദിവസവും 7 ദിവസവും ക്രിസ്തുവിനെ മാത്രം ആശ്രയം വെച്ച് ജീവിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് വരാനുള്ള യുഗത്തിൽ അവൻ നമ്മളെ ആദരിക്കുന്നത്. हम लोग सिर्फ हफ्ते में एक एक ही दिन आदर्श पूर्वक या पवित्र जीवन जीना चाहिए, वैसा नहीं है, बल्कि पूरा 7 दिन प्रभु ने जो हमको दिया हफ्ते का, संपूर्ण समय में प्रभु पर आश्रय कर कर निर्भर करके जीना चाहिए। उसके लिए प्रभु ने हमको समय दिया है, ताकि हम लोग मसीह में और पाए। 1 പത്രോസ് 3:17 പറയുമ്പോൾ, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികടർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്ന് 17-18 പറയുന്നു. 1 പത്രോസ് 3:17-18. पहला पत्रुस 3 का 17-18 पढ़ते समय में भी वहां पर हम देखते हैं कि यदि परमेश्वर की यह इच्छा हो तो तुम भलाई करके तुम दुख उठाओ, तो ही बुराई के कारण कि तुम लोग दुख उठाए, ये उत्तम, बोले बुरा करके नहीं, बल्कि परमेश्वर की इच्छा के अनुसार जीकर। इसी रीति से मसीह ने भी हमारे लिए वो उसी रीति से वो कष्ट सहा है करके, जो हम हम जो अधर्मी लोगों के लिए धर्मी प्रभु यीशु मसीह को कष्ट सहना पड़ा। ഇവിടെ ഈ കഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ, ഈ കഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ വരുന്ന രോഗവും അങ്ങനെയുള്ള കഷ്ടങ്ങളല്ല. ഈ ലോകത്തിന് എതിരെ ഒരു വിശ്വാസി ജീവിക്കണം എന്നുള്ള ആ രീതിയിലാണ് ഈ കഷ്ടം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. तो इसमें ये दुख उठाकर सहना, कष्ट उठाकर सहना, मतलब ये हमें शारीरिक रीति से जो रोग बीमारी आ रहा है उसके आधार पर नहीं, बल्कि वचन के अनुसार जीने के विषय में कहा गया है। കാരണം വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോകം പ്രതികൂലമാണ്, ഒരിക്കലും നമുക്ക് അനുകൂലമല്ല. क्योंकि वचन के अनुसार जब हम इस दुनिया में चलते समय में ये संसार हमारे लिए विरुद्ध रहेगा, कभी भी हमारे लिए नहीं रहेगा ये संसार। നമ്മുടെ ലോകത്തിന് മുമ്പാകെ ഒരു വിളക്കായി നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. इसलिए प्रभु ने हमें एक ज्योति की रीति से, दीपट की रीति से हमें संभाले रखा है। അതുകൊണ്ട് യഥാർത്ഥ സാക്ഷികളായി ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കാനായിട്ട്, നമ്മളെ ജോലി സ്ഥലങ്ങളിൽ യാത്രയിലേക്ക് ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്.
इसके लिए इस दुनिया में एक सच्चा आदर्श होकर जीने के लिए प्रभु ने हमें संभाल के रखा है, क्योंकि एक दिन एक दूर देश में हम लोग जाने वाले हैं। ആ ദേശത്ത് കർത്താവ് നമ്മളെ ആദരിക്കണമെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ക്രിസ്തു ജീവിച്ച പാത നമ്മൾ പിന്തുടരേണ്ട ആവശ്യമാണ്. तो आने वाले युग में, आने वाले देश में, वहां पर मसीह हमें आदर करना है, तो उसके लिए आज हमें मसीह के लिए सही अर्थ से जीना जरूरी है। എല്ലാ അർത്ഥത്തിലും അവനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കുവാനും അവനെ അന്വേഷിക്കുന്ന ഒരു മനസ്സുള്ളതായി തീരുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. हर 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 बातों में, हर क्षेत्र में हमें प्रभु को पूरा मन से, सच्चा मन से, पूरा आत्मा से हम लोग प्रभु को सेवा करने का इच्छा में हम लोग बने रहे। इस विषय के लिए प्रभु हम सबको सहायता करे। आमेन। ആമേൻ, ആമേൻ.